ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ട് ഗോതമ്പ് പൊടി വെച്ച് പഞ്ഞി പോലെ ഒരു അപ്പം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. അത് റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ഗോതമ്പ് പൊടി വെച്ച്, അതുപോലെ തന്നെ നമ്മളെ വീട്ടിലുള്ള പച്ചക്കറിയൊക്കെ വെച്ച് ഒരു അടിപൊളി ഈസി സാമ്പാറും കൂടെ. ഇതിനായിട്ട് ഞാനിവിടെ 1/2 ഗ്ലാസ്സോളം ഉഴുന്ന് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ. ഉച്ചയ്ക്ക് വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഇതൊന്ന് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്കിട്ട് 1/4 കപ്പ് ചോറും കൂടുതലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. 1/2 കപ്പ് ഉഴുന്ന്, 1/4 കപ്പ് ചോറ്, അതുപോലെ തന്നെ 1 ഗ്ലാസ്സോളം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് അരച്ചെടുക്കണം. വെള്ളം കുറച്ച് കൂടി നിൽക്കണം കേട്ടോ. ഉഴുന്ന് പെട്ടെന്ന് തിക്കായിട്ട് വരും അരഞ്ഞ് വരുമ്പോൾ. അപ്പോൾ ഈ ഒരു രീതിയിൽ കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുക കേട്ടോ. നല്ലോണം അരച്ചെടുക്കണം. എപ്പോൾ നമ്മൾ ഉഴുന്ന് അരയ്ക്കുകയാണെങ്കിലും ഇതുപോലെ കുറച്ചധികം വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഉച്ചയ്ക്ക് ഉഴുന്ന് വെള്ളത്തിലിട്ട് വൈകുന്നേരമാണ് ഇത് അരച്ചെടുക്കുന്നത് കേട്ടോ. ഇനി ഇതേ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഞാനിവിടെ 2 ബൗൾ നിറയെ നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന തരിയുള്ള ഗോതമ്പ് പൊടി എടുക്കുകയാണ് കേട്ടോ. നല്ല തരിയുണ്ട്. നമ്മളിത് അരിച്ചിട്ടൊന്നുമല്ല എടുക്കുന്നത്, തരിയുള്ളതാണ് കേട്ടോ. കുറച്ചും കൂടെ ദോശയൊക്കെ ഉണ്ടാക്കാൻ നല്ലത്. അപ്പോൾ അത് ഞാൻ 1 ബൗളിട്ട് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ അതേ ബൗളിൽ തന്നെ അളന്നെടുത്തിട്ടുണ്ട്. അതിൻ്റെ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ബാക്കി നമുക്ക് പിന്നെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇതും അതുപോലെ തന്നെ നമ്മൾ ദോശയ്ക്കായതുകൊണ്ട് കുറച്ച് ലൂസാക്കി തന്നെ അരച്ചെടുക്കാം കേട്ടോ. 1 ഗ്ലാസ് വെള്ളം തന്നെ ഇതിനും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് കറക്കി നോക്കി ടൈറ്റ് ആവുകയാണെങ്കിൽ മാത്രം 1/2 ഗ്ലാസ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്ന് ടൈറ്റായിട്ട് വരും. അപ്പോൾ അതാ പെട്ടെന്ന് അരച്ചെടുക്കാം കേട്ടോ. നമ്മളിതിൽ ഒത്തിരി ഒന്നും അരച്ചെടുക്കേണ്ട, പൊടിയാണ് ഇതിലുള്ളത്. അപ്പോൾ ഗോതമ്പ് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ബാക്കി വീണ്ടും നമ്മൾ ആ ബൗളിൽ ബാക്കിയുള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇതിനോടൊപ്പം തന്നെ 1/4 കപ്പ് റവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് സാധാരണ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന റവയാണ്. ഇതിലേക്ക് നേരത്തെ പോലെ തന്നെ 1/2 ഗ്ലാസ് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. 1 സ്പൂൺ വെച്ച് നന്നായിട്ട് ഇതിനെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ ചൂടായതുകൊണ്ട് തന്നെ നമ്മൾ കൈ കൊണ്ട് ഇളക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഇത് തണുപ്പ് സമയത്തൊക്കെ ആണെങ്കിൽ കൈ വെച്ച് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്താൽ മാത്രമാണ് ഇത് നന്നായിട്ടൊന്ന് പൊങ്ങി വരുള്ളൂ. അപ്പോൾ ഇനി ഇതൊരു രാത്രി മുഴുവനും നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. സാധാരണ ദോശ ഉണ്ടാക്കുന്ന അതുപോലെയൊക്കെ തന്നെ. അപ്പോൾ പിറ്റേ ദിവസം കാലത്ത് ഞാനൊരു 6 മണിക്കാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങുക. അപ്പോൾ അതാ നേരത്തെ നമ്മൾ അടച്ച് വെച്ചിട്ടുള്ള പാത്രമാണ്. അത്യാവശ്യം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ സാധാരണ അരിദോശ ഉണ്ടാക്കുന്ന പോലെ കാണാൻ ഭംഗിയുള്ള നല്ലൊരു വെള്ള കളർ ഒന്നും ഇതിനുണ്ടാവില്ല. അത് നന്നായിട്ട് പതഞ്ഞിരിക്കുന്നുണ്ട്. നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് മാവ് കേട്ടോ. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഇഡ്ഡലിയും കൂടെ ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെയുള്ള ഒത്തിരി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഞാൻ ഇതിൻ്റെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ. ഞാനിവിടെ കഴിഞ്ഞ വ്ളോഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിലൊക്കെ കുറച്ച് പച്ചക്കറികളൊക്കെ നമ്മൾ വരുന്നതിൻ്റെ മുന്നേ തന്നെ ഉണ്ടായി. ഇതെല്ലാം പറിച്ച് കളയുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ലാസ്റ്റായിട്ട് ഉണ്ടായിട്ടുള്ള കുറച്ച് പച്ചക്കറികൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ തക്കാളിയും സവാളയൊക്കെ ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമ്മൾ ഇന്നൊരു കറി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒരുമിച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു കറിയാണ്. ഇനി ഇതിനെ നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനൊരു കുക്കർ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു 1/2 ഗ്ലാസ്സോളം സാമ്പാർ പരിപ്പും കൂടെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 3/4 സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഉപ്പ് നമുക്ക് പിന്നീട് ആവശ്യമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 സ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 സ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ഇതിനെ ഇങ്ങനെ മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിക്കണം. ഞാനിവിടെ 2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് കറി ആവശ്യമാണ് കേട്ടോ. ഇനി നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. ഒരുപാട് മസാലകളൊന്നും ചേർക്കാതെ വളരെ എളുപ്പത്തിൽ നമ്മൾക്ക് കാലത്ത് ജോലി എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലൊരു കറി ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് കുക്കറിൻ്റെ മൂടി വെച്ച്
അടച്ചതിന് ശേഷം സ്റ്റവ് ഓണാക്കി വയ്ക്കാം. 2 വിസിൽ വരുന്ന വരെ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കണം കേട്ടോ. കൂടുതൽ വേകണ്ട, 2 വിസിൽ മാത്രം മതിയാവും. അപ്പോൾ ഇനി 2 വിസിൽ വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ 2 വിസിലൊക്കെ പോയി ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. പച്ചക്കറികളൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. അപ്പോൾ കറി നല്ല തിക്കായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. തേങ്ങയൊന്നും അരയ്ക്കാതെ അധികം മസാലയൊന്നും ഇടാതെ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഈ പച്ചക്കറി കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനൊരു കടായി സ്റ്റവിൽ വെച്ച് ചൂടായി വരുമ്പോൾ 3 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1/2 സ്പൂണോളം കടുകിട്ട് പൊട്ടി വരുമ്പോൾ നമ്മളിതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കുകയാണ്. ഉലുവ ഞാൻ ഒരു 1/2 സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉലുവാപ്പൊടി ഉണ്ടെങ്കിൽ നല്ലതാണ്. 1/2 സ്പൂണോളം ചെറിയ ജീരകം ക്യൂമിൻ സീഡ് ചേർത്ത് കൊടുത്തു. ഒരു 1/4 സ്പൂണോളം കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഉണക്കമുളക് ഒരു 3 ഉണക്കമുളകും കൂടെ ചേർത്ത് കൊടുത്തു. ഒരു പിടി കറിവേപ്പില ഇതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഇത്രേ പണിയുള്ളൂ. നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഈ ഒരു ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ പറ്റിയൊരു ഈസി സാമ്പാർ കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ സാമ്പാർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇതിനൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഞാനിതിൽ ഒട്ടും തന്നെ പുളിയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. കാരണം ദോശയിൽ കുറച്ച് പുളി ഉണ്ടാവും. അപ്പോൾ ഇതുപോലെയുള്ള ഈസി സാമ്പാറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിൻ്റെയും കൂടെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് നമ്മുടെ വളരെ ഈസി ആയിട്ടുള്ള സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്ര പണിയേ ഉള്ളൂ. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഒന്ന് കലക്കി വെച്ചിട്ടുള്ള ദോശ നമ്മൾ ഉണ്ടാക്കി എടുത്തിരുന്നില്ല. ദോശത്തവ ഞാനിവിടെ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. എണ്ണ തേച്ച് ഇതിലേക്ക് ഞാനിവിടെ ഈ ഒരു രീതിയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഒത്തിരി ഇങ്ങനെ പരത്തിയെടുക്കുന്നില്ല. നമ്മൾ ഈ തട്ടിൽ കുട്ടി ദോശയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. എന്നാലാണ് ഇങ്ങനെ ഫ്ലഫി ആയിട്ട് നിൽക്കുകയുള്ളൂ. അപ്പോൾ ഒന്ന് അടച്ച് വെച്ച് 1 മിനിറ്റ് അത്രേ വേണ്ടുള്ളൂ. അപ്പോൾ അത് നല്ല സോഫ്റ്റായിട്ടുള്ള കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ദോശ ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു രീതിയിൽ ഗോതമ്പ് പൊടി വെച്ച് ഉണ്ടാക്കിയെടുത്താൽ മതി. ഇത് മണത്തിനോ രുചിക്കൊന്നും ഒരു മാറ്റവും ഇല്ല കേട്ടോ. ഗോതമ്പ് പൊടിയാണെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ മതി. ഇത് നല്ല ക്രിസ്പി ആയിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു കാണാൻ നല്ലൊരു ഭംഗിയാണ്, നല്ല സോഫ്റ്റായിട്ടിരിക്കും. അപ്പോൾ ഈ ഒരു ദോശയും സാമ്പാറും എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അത്ര ഈസിയാണ്, കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കി നോക്കി ഇഷ്ടമായി കഴിഞ്ഞാൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ മറക്കരുത് കേട്ടോ. ഈ ചൂട് സമയത്തൊക്കെ മിക്കവാറും കഴിയുന്നതും മസാലകളൊക്കെ കുറച്ചിട്ടാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കാറ്. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ അരിയും അരിപ്പൊടിയൊന്നും ഇല്ലെങ്കിലും സാധാരണ റേഷൻ കടയിലെ ഗോതമ്പ് വെച്ചും നമുക്കിതുപോലെ ഈസി ആയിട്ട് ദോശ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഇതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.